മിനി സ്ക്രീൻ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണവാർത്ത പുറത്തുവന്നത്. സീമാജി നായരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കീർത്തിയുടെ സിദ്ധുവായിട്ടാണ് നമ്മൾ എല്ലാവരും സിദ്ധാർത്ഥിനെ ആദ്യം ഏറ്റെടുത്തത്. പഠിക്കുന്ന കാലത്ത് തന്നെ അഭിനയമോഹമുണ്ടായിരുന്ന അദ്ദേഹം പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായിരുന്നു. സിനിമാ നിർമ്മാതാവും നടനുമായ അരുൺ ഘോഷാണ് സിദ്ധാർത്ഥിനെ മിനി സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണയാണ് തന്റെ വിജയമെന്ന് സിദ്ധാർത്ഥ പലപ്പോഴും പറയാറുണ്ട്. ദൈവനിയോഗം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ കസ്തൂരിമാൻ സീരിയൽ വിട്ടതെന്നാണ് സിദ്ധാർത്ഥ പറയുന്നത്. തനിക്ക് ഭാഗ്യം കൊണ്ടുവന്ന സീരിയലും അതുതന്നെയാണെന്നും കസ്തൂരിമാനിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചിരുന്നു എന്നും സിദ്ധാർത്ഥ അവസാനമായി പറഞ്ഞിരുന്നു. കസ്തൂരിമാനിലെ കഥാപാത്രത്തിന് തന്റെ യഥാർത്ഥ പേരുമായി സാമ്യത വന്നത് അതിശയമായിട്ട് തോന്നിയിട്ടുണ്ടെന്നും സത്യത്തിൽ യഥാർത്ഥ പേര് വിനീഷ് കുമാർ ആണെന്നും സിദ്ധാർത്ഥ് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ആരും സീരിയസ് ആയി എടുക്കരുത് എന്നാണ് പലപ്പോഴും സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ളത്. മോഡലിംഗിന്റെയും സീരിയലുകളുടെയും സിനിമകളുടെയും എല്ലാം ഭാഗമായിരുന്നു സിദ്ധാർത്ഥ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ച ഒരാൾ കൂടിയായിരുന്നു സിദ്ധാർത്ഥ്. നടൻ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ക്യാൻസർ ബാധിതനായിരുന്നു സിദ്ധാർത്ഥ് എന്ന് തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ഘടകം. കാരണം അങ്ങനെയൊരു രൂപത്തിലോ ഭാവത്തിലോ ഒന്നും നമ്മൾ സിദ്ധാർത്ഥിനെ കണ്ടിട്ടില്ല. എന്നാൽ അവസാനമായി സിദ്ധാർത്ഥ് പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ ആ രൂപത്തിലെയും ഭാവത്തിലെയും എല്ലാം മാറ്റം നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. എപ്പോഴും തെളിച്ചമുള്ള ചിരിയോടെ, എപ്പോഴും ഒരു കൃഷ്ണനെ പോലെ ഉള്ളൊരു മുഖഭാവത്തോടെ ഇരുന്ന സിദ്ധാർത്ഥിന് എന്ത് പറ്റിയെന്ന് പലപ്പോഴും ഈ ചിത്രങ്ങൾ കണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. വിവാഹത്തെപ്പറ്റി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു നടൻ കൂടിയായിരുന്നു സിദ്ധാർത്ഥ. പലപ്പോഴും ചേട്ടൻ സിംഗിൾ അല്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. താനൊരു ക്രോണിക് ബാച്ചിലർ ആണെന്നായിരുന്നു സിദ്ധാർത്ഥ പറയുന്നത്. ആർക്കെങ്കിലും സീരിയസ് ആയി പ്രപ്പോസ് ചെയ്യാൻ ഇത്ര ആഗ്രഹമുണ്ടെങ്കിൽ പോന്നോട്ടെ എന്നാണ് സിദ്ധാർത്ഥ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ ഭാഗമായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാൽ. പിന്നീട് കസ്തൂരിമാനിൽ നിന്നും സിദ്ധാർത്ഥ് പിന്മാറുകയും ചെയ്തിരുന്നു. നിരവധി പ്രശ്നങ്ങൾക്കൊടുവിലായിരുന്നു ആ പിന്മാറ്റം. എന്നാൽ ഇപ്പോൾ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണ വാർത്തയാണ് നമ്മളെ എല്ലാവരെയും തേടിയെത്തിയിരിക്കുന്നത്. ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം. നടി സീമാജി നായരാണ് മരണവിവരം പങ്കുവച്ചത്. സിദ്ധാർത്ഥ് അവസാനമായി പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യനെ എന്തിനാണ് ദൈവം ഇത്ര നേരത്തെ വിളിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്.